ഒരു വാഴയുടെ ആത്മനൊമ്പരം. POV ഓഫ് എ വാഴ. യെസ്. വാഴ, ഒരു വാഴ, കൊല വാഴ. തിത്തി, വാഴയോ? നീ എന്നെ കുറിച്ചാണ് എഴുതുന്നത്? അയ്യേ, ഇത് ഒറിജിനൽ വാഴയെ പറ്റിയാ. വാഴയെ പറ്റിയാണോ നീ റാപ്പ് എഴുതാൻ പോണേ? ആണെങ്കിൽ വാഴയെന്നല്ല, ഒരു തേങ്ങയെ കുറിച്ച് നീ എഴുതാൻ പോകുന്നില്ല. ഞാൻ സമ്മതിക്കൂലടി. അതിന് സമ്മതം ഞാൻ ചോദിച്ചില്ലല്ലോ. ആസ് ഇഫ് ഐ കെയർ. Shut your bloody mouth, Deepthi. I've told you so many times. ഇങ്ങോട്ട് നോക്ക്. നിനക്ക് മൈക്കും പിടിച്ച് പാട്ടും പാടി നടന്ന വിധുവിനെ അറിയുള്ളൂ. അങ്ങ് തിരുവനന്തപുരത്ത് കേട്ടാ, വന്ന് ചോദിച്ചാൽ മതി പേട്ട വിധു ആരാണെന്ന്. പൈലകൾ വന്ന് പറഞ്ഞു തരുവടി. അവളുടെ റാപ്പും കോപ്പും. ഓ, ഇതിവിടെ നിർത്തിക്കോളണം, ഇല്ലെങ്കിൽ എപ്പോഴായിരുന്നു ഒരു പേട്ട് വിധു. അയ്യോ, പേട്ടല്ല, പേട്ട. ചേട്ടാ, എനിക്ക് എൻ്റെ ഈ ഒരു ക്രിയേറ്റീവ് സ്പേസിനെ ശല്യം ചെയ്യുന്ന ഒന്നും ഇവിടെ ഉണ്ടാവുന്നത് ഇഷ്ടമില്ല. സോ പ്ലീസ്. ഞാൻ പോവൂല. എനിക്ക് ഇതിനൊരു തീരുമാനം അറിയാതെ ഞാൻ പോവൂല ഇവിടെ നിന്ന്. പക്ഷേ ഇതെന്തൊരു ശല്യമാണെന്ന് നോക്കണേ. വിജയേട്ടാ, ഒന്ന് പോയി തരുമോ? ഇല്ല. ഓഹോ, പോവൂല. ദീപ്തി, നീ എഴുതരുത്, നീ എഴുതരുത് ദീപ്തി. എന്റെ ശവത്തെ ചവിട്ടിയിട്ട് നീ റാപ്പറൊക്കെ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ പോ. ദീപ്തി, ആ ദീപ്തി പറയുന്നത് നീ എഴുതരുത്. നാറും നാറും. ദീപ്തി, അവളുടെ വാഴയുടെ ആത്മനൊമ്പര റാപ്പ് അല്ലേ? വേണ്ട, ഇത് കീറി കളഞ്ഞുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇത് എഴുതിയത് ഈ പേപ്പറിലാണെങ്കിലും ഇതിന്റെ വരി അവളുടെ മനസ്സിൽ കാണും. ഇത് വേരോടെ പിഴുതെറിയണം. ഇമോഷണൽ ഡാമേജ് ഉണ്ട്. ആഹാ, നിന്നെ ഞാൻ പറയുമ്പോഴല്ലേ അവൾക്ക് പ്രശ്നം. ബാക്കിയുള്ളവർ പറയുമ്പോൾ അവൾ മനസ്സിലായിക്കോളും. നോയിക്കോടി, എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കും, എല്ലാവർക്കും അയച്ചു കൊടുക്കും. നാറണം നീ. റീമി, സിത്തു, മിഥുൻ, എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഇൻഡസ്ട്രിയിൽ ഞാൻ അവളെ നാറ്റിക്കും. കിടക്കട്ടെ, എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കും. ഇന്ന് ഞാൻ നാറ്റിക്കൂടി. അതെ, ഒന്ന് വായിച്ചു നോക്കണേ സമയം പോലെ. ദീപ്തി എഴുതിയ റാപ്പാ, ഞാൻ വായിച്ച് ചിരിച്ചിരിച്ച് ചത്ത്. വിധു ചേട്ടാ, ഇത് കൊള്ളാലോ. ദീപ്തിക്ക് ഇത്ര കഴിവുണ്ടായിരുന്നോ? എടാ, ഇത് സംഭവം കലക്കി. എടാ, ഇത് നീ ട്യൂൺ ചെയ്ത് പാട്. ഇത് നല്ല റീച്ച് ആയിരിക്കും കേട്ടോ. നല്ല രസമുള്ള വരികളാണല്ലോ. നീ ദീപ്തിയോട് ഇനി എഴുതാൻ പറയണം കേട്ടോ, നല്ല രസമുണ്ട്. എന്തുകൂടി കല്യാണത്തിന് വട്ടായ
ആ സച്ചിനെ പറയടാ. ചേട്ടാ അത് ദീപ്തി എഴുതിയതാണോ? കൊള്ളാലോ. കൊള്ളാന്നാ? ആ ചേട്ടാ കൊള്ളാം. ആ ചേട്ടാ എനിക്ക് അടുത്ത ആഴ്ച വിമൻസ് കോളേജിൽ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അത് ദീപ്തിയോട് എനിക്കൊരു ആപ്പ് എഴുതി തരാൻ പറയാൻ പറ്റുമോ? ഇതാണെങ്കിലും മതി കേട്ടോ ആക്ച്വലി. ആ പറയാടാ. ഓക്കേ പറയാമേ. ശരി. ചേടാ ഞാൻ അയച്ച പേപ്പർ വല്ലതും മാറിപ്പോയാ? ഇതാ പേട്ട് വാഴ തന്നെയാണല്ലോ. ഞാൻ വാഴ, ഒരു വാഴ, കൊല വാഴ, പടുവാഴ, ഒരു മണിക്കും പോകാതെ ഉണ്ടുറങ്ങി നിൽക്കുന്ന പോങ്ങനെ വിളിക്കുന്നു വാഴയെന്ന്. മണ്ടനെയും മടിയനെയും മൂടുതാങ്ങും മുടിയനെയും നിങ്ങൾ വിളിച്ചില്ലേ വാഴയെന്ന്. ഓ ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഷേടാ ഇത് കൊള്ളാലോ. ഇവളിങ്ങനെയൊക്കെ എഴുതൂ. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് ഈ റാപ്പുകാർ ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. വെറുപ്പിക്കണ്ടായിരുന്നു. ഇതിപ്പോൾ വലതുകാലം വെച്ച് കയറി വന്ന റാപ്പിനെ പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞതുപോലെയായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? അനുനയിപ്പിക്കാം. എന്താ വിജയേട്ടാ? ഒന്നുമില്ല. പിന്നെന്തിനാ ഇവിടെ നിന്ന് തിരിയുന്നേ? ചുമ്മാ ചുമ്മാ അതോ? മോൾ എഴുതുകയാണ്. കണ്ടിട്ട് എന്ത് തോന്നുന്നു? എഴുതുകയാണെന്ന്. മോൾ എഴുതിക്കോ കേട്ടോ. ചേട്ടാ ഇവിടെ ഇരുന്നാളാ. ചേട്ടാ ഒന്ന് ചൊറിയാതെ പോവോ? അയ്യോ ചൊറിയാനല്ല, ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വന്നതാ. സപ്പോർട്ടോ? ആ അതെന്താ ഇപ്പോൾ ഒരു മനംമാറ്റം? അതെ, ഞാൻ കുറേ ആലോചിച്ചു. കൂട്ടിയും ഹരിച്ചും ഗുണിച്ചും ഹണിച്ചും ഗുണിച്ചും ഹരിച്ചും ഒക്കെ ആലോചിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ മോള് ചെയ്തതാ ശരിയെന്ന്. ഓക്കെ. പിന്നെ ഞാൻ രാവിലെ എതിർത്തതൊന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കണേ. പിന്നെ എല്ലാം എഴുതാനോ മ്യൂസിക് ചെയ്യാനോ പാടാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അതെ, എന്നെ ഒരു ശത്രുവായിട്ട് കാണരുത് പ്ലീസ്. തൽക്കാലം എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല. ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത്, ഞാൻ തന്നെ ഇവിടെ പാടുന്നത്. ഓക്കെ? ഈ തെണ്ടി എന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ആ പറയടാ. അളിയ സോറി, നീ കാണിക്കുന്നത് തെണ്ടിത്തരമാണ്. എന്നാലും നിനക്കൊരാവശ്യം വന്നപ്പോൾ ഒരു സഹായത്തിന് നീ എന്നെ വിളിച്ചില്ലേ? അപ്പൊ ഞാൻ നിന്നെ സഹായിക്കല്ലേ വേണ്ടത്? അതുകൊണ്ട് ദീപ്തിയുടെ റാപ്പ് കൂട്ടിക്കെട്ടാനുള്ള സകല വഴികളും നിനക്ക് ഞാൻ പറഞ്ഞു തരാടാ. എന്താ നീ ഇപ്പൊ പറഞ്ഞേ? എടാ,
ദീപ്തിയെ റാപ്പ് പോയിട്ട് ഒരു മൂളിപ്പാട്ട് പോലും പാടിക്കാതിരിക്കാനുള്ള സകല പ്ലാനും എന്റെ കയ്യിലുണ്ടെന്ന്. ദ്രോഹി, നിനക്ക് എങ്ങനെ പറയാൻ തോന്നിയിട്ടാ ഇത്? അല്ല. എന്റെ ദീപ്തിയെ കൊണ്ട് റാപ്പ് പാടിക്കരുതെന്നാ? നീയല്ലേ? നിനക്ക് എങ്ങനെ പ്യാരി ഇത് മനസ്സ് വന്ന് ഇത് പറയാൻ? അയ്യോ അങ്ങനല്ല. എന്താ വിധുചേട്ടാ? എന്റെ പൊന്നു മോളെ, ഞാൻ ഇവന്റെ അടുത്ത് എന്റെ സന്തോഷത്തിൽ പറഞ്ഞു പോയി നീ റാപ്പറാകാൻ പോകുന്ന കാര്യം. അപ്പൊ ഇപ്പൊ പറയുകയാണ് നിന്റെ റാപ്പ് പൂട്ടിക്കെട്ടിക്കണോന്ന്. ആ ഫോണിൽ കൂടെ വന്നേ. അയ്യോ അങ്ങനല്ല, ഐ ക്യാൻ എക്സ്പ്ലെയിൻ. ഹലോ, താനൊന്നും പറയണ്ട. ദേ ഇനി അധികം പ്രസംഗിച്ചോണ്ടല്ലോ ഈ ഫോൺ ഞാൻ എടുത്ത് തല്ലിപ്പിടിച്ച് കളയും. അയ്യോ, ഫോൺ എന്റെ മോളെ. ഹലോ ഹലോ ദീപ്തി, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ടടാ. നീ ഇത്രയും വൃത്തികെട്ടവനാണെന്നുള്ള കാര്യം ദീപ്തി അറിഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ ദീപ്തിയുടെ റാപ്പ് പൊളിക്ക് നീ എന്നെ തന്നെ വിളിച്ചു പറയൂ. അയ്യോ കള്ളം കള്ളം പച്ചക്കള്ളം. ദീപ്തി ഇവൻ പറഞ്ഞ് വിശ്വസിക്കരുത്, ഇവൻ കള്ളനാ. ദേ ഇനി കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞോണ്ടല്ലോ എന്നെ പ്യാരെന്ന് വിളിച്ച വാഗോണ്ട് വേറെ ഒന്നും വിളിപ്പിക്കരുത്. വെച്ചിട്ട് പോടോ. വെച്ചിട്ട് പോടാ. അല്ലേ വേണ്ട, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് പറയാനുണ്ട് കാര്യങ്ങൾ. എടാ, നീയുമായിട്ട് എനിക്ക് ഇനി യാതൊരു ബന്ധവുമില്ല. നീ എൻ്റെ കൂടെ പഠിച്ചിട്ടുമില്ല. എനിക്ക് നിന്നെ അറിയേയില്ല. പിന്നെ നീ അറിയാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയുകയാണ്. ദീപ്തിയുടെ റാപ്പിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, വേണ്ടി വന്ന ദീപ്തിയുടെ റാപ്പിൽ പാടുകയും ചെയ്യും. ഞാൻ കാണിച്ചു തരാടാ നിനക്ക്. എന്നെ എന്തിനാ കാണിക്കുന്നത്? കാണണോന്ന് അയ്യാ കാണിച്ചു തരാടാ നിനക്ക്. വെച്ചിട്ട് പോടാ ഒന്ന. എടാ പട്ടി, ദീപ്തി നിൽക്കുന്നോണ്ട് ഞാൻ നിന്നെ തെറി വിളിക്കുന്നില്ല. നീ എന്തെങ്കിലും ചോദിച്ച് വിളിക്കണോ? വെച്ചിട്ട് പോടാ. പേടിച്ച് കട്ട് ചെയ്തിട്ട് പോയി. എന്നാലും ഇവ ഇത്ര തരം താഴ്ന്നവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ. നരാധമൻ. തേണ്ടി കൊടുക്കുന്നുണ്ട് ഞാൻ. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാ, അവനെ കയറി വെല്ലുവിളിച്ച് ഞാൻ മോളുടെ റാപ്പിൽ പാടുമെന്നും പറഞ്ഞു. ഈ റാപ്പിൽ കോറസ് വല്ലതും ഉണ്ടോ മോളെ? കോറസ് ഒന്നുമില്ല. ഇല്ലേ? പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ സാധനം സെറ്റാക്കി തരാം. മതി, അത് ഞാൻ കലക്കും. എൻ്റെ മോള് ഒരുപാട് റാപ്പുകൾ ഇനി എഴുതണം. ലോകം അറിയുന്ന ഒരു റാപ്പറായി മാറണം. അതിലെല്ലാം വിധുചേട്ടനെയും കൂടെ കൂട്ടണം കേട്ടാ. റാപ്പർ ദീപ്സി വിധു പ്രതാപ്. റാപ്പർ ദീപ്സി വിധു പ്രതാപ്. ഞാൻ വാഴ, ഒരു വാഴ, കൊല വാഴ, പടുവാഴ. ഒരു പണിക്ക് പോകാതെ ഉണ്ടുറങ്ങി നീങ്ങുന്ന പോങ്ങനെ വിളിക്കുന്നു വാഴയെന്ന്. മണ്ടനെയും മടിയനെയും മൂടുതാങ്ങും മുടിയനെയും നിങ്ങൾ വിളിച്ചില്ലേ വാഴയെന്ന്. ഞാൻ വാഴ, ഒരു വാഴ, കൊല വാഴ, പടുവാഴ. എന്റെ കൊലയെടുത്ത് ഇലയെടുത്ത് കൂമ്പെടുത്ത് കാമ്പെടുത്ത് കുമുകുമാങ്ങി എന്നും നീ തിന്നുന്നില്ലേ. നക്കി നക്കി തിന്നിട്ടും തരിയുളുപ്പുമില്ലാതെ വിണ്ണനെ വിളിക്കുന്നു വാഴയെന്ന്. അവൻ വാഴ, ഇവൻ വാഴ, നീ വാഴ, പടുവാഴ.